Hi dear children, today let us discuss our textbook page number 67, fraction division. Okay, division എന്താണ് fraction division എന്നുള്ള ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. See the first activity, the price of 5 pen is 40 rupee. What is the price of 5 pen? Yes, the price of 5 pen is 40 rupee. Then what is the price of a pen? 5 പെന്നിൻ്റെ പ്രൈസാണ് 40 റുപ്പി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ? ഒരു പേനയ്ക്ക് എത്ര രൂപയായിരിക്കും? നോർമലി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം ടോട്ടൽ പ്രൈസ് ദാറ്റ് ഈസ് 40 റുപ്പി ഡിവൈഡ് ബൈ 5 പെൻ. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 8 റുപ്പി. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് എ പെൻ? 8 റുപ്പി. മക്കൾ ഇത് പാർട്ട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക? നമുക്കറിയാം 1/5 ഓഫ് 40. 1/5 of 40 നമ്മൾ എങ്ങനെ എഴുതുന്നത്? 140 is 40. 40 divided by 5. What is the answer? That is 8. Okay, clear ആയോ? ഈ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 68 കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അത് നോക്കിയാലോ? പേജ് നമ്പർ 68 ഫസ്റ്റ് ആക്ടിവിറ്റി. അതിന് മുമ്പ് മിസ് ഒരു കാര്യം ചെയ്യട്ടെ. നമ്മളിപ്പോൾ ഒരു നമ്പറിനെ ഇപ്പോൾ 1/2/3/4 എന്നൊരു നമ്പർ എഴുതുക. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ 1/2നെ 3/4 കൊണ്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? 1/4 ഡിവൈഡ് ബൈ 3/4. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു ഡിവിഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്പർ 1/2 അതുപോലെ എഴുതുക. സെക്കൻഡ് നമ്പറിൻ്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് എന്ത് ചെയ്യുക? ഇൻറ്റു ചെയ്യുക. റെസിപ്രോക്കൽ എന്താണെന്നല്ലേ നമ്മൾ ഇത്ര ദിവസം പഠിച്ചത്. എന്താ റെസിപ്രോക്കൽ? 3/4ന്റെ റെസിപ്രോക്കലാണ് 4/3. എത്ര കിട്ടും? 1 4s are 4, 3 2s are 6. 6/4 is the answer. 1/2/3/4 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 6/4 എന്നാണ് വരുന്നത്. ഫസ്റ്റത്തെ നമ്പർ അതുപോലെ ഫ്രാക്ഷൻ അതുപോലെ എഴുതാം. രണ്ടാമത്തെ ഈ ചിഹ്നം മാറ്റി എന്തായി മാറും? ഇൻറ്റു ആയി മാറും. ഇൻറ്റു ആയി മാറുമ്പോൾ രണ്ടാമത്തെ ഫ്രാക്ഷൻ എന്താകും? തലതിരിച്ച് റെസിപ്രോക്കൽ എഴുതിയിട്ട് മൾട്ടിപ്ലൈ. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് ഫ്രാക്ഷൻ്റെ റെസിപ്രോക്കൽ കണ്ടിട്ട് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. അതിനാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Okay, first question. A 16 meter long rod is cut into pieces of length 2/3 meter. How many such pieces will be there? A 16 meter long rod. ഒരു 16 meter long rod എന്ത് ചെയ്തു? കട്ട് ഇൻറ്റു പീസസ് ഓഫ് ലെങ്ത് 2/3. ഒരു നീളമുള്ള വലിയ കമ്പി 2/3 ആയിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ കട്ട് ചെയ്തു. ഹൗ മെനി സച്ച് പീസസ് വിൽ ബി ദർ? അങ്ങനെ വലിയൊരു 16 മീറ്റർ ഉള്ള കമ്പി 2/3 ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുവാണെങ്കിൽ എന്താണ്? ഹൗ മെനി സച്ച് പീസസ് വിൽ ബി ദർ? എത്ര പീസസ് ഉണ്ടാവും? ഇങ്ങനെ കട്ട് ചെയ്ത് മുറിച്ച് മാറ്റി വയ്ക്കുമ്പോൾ എത്ര പീസസ് ഉണ്ടാവും? അതായത് 16നെ നമ്മൾ എന്തുകൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? 16നെ നമ്മൾ 2/3 ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാണ്. മക്കളെ, ഇത് 16 മീറ്റർ ഉള്ള വലിയൊരു റോഡാണ്. അതിനെ ഇങ്ങനെ നമ്മൾ മുറിച്ച് മാറ്റുവാണ്. എത്രയായിട്ട് മുറിച്ച് മാറ്റുന്നത്? 2/3 എന്ന് പറഞ്ഞിങ്ങനെ മുറിച്ച് മാറ്റുക. അങ്ങനെയാണെങ്കിൽ എത്ര 2/3 ഉണ്ടാകും എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മളത് എങ്ങനെ ചെയ്യും? നമുക്കറിയാം 16 മീറ്റർ ലോങ് റിബൺ ഡിവൈഡഡ് ബൈ 2/3. മക്കളെ, ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു ഡിവിഷനാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? ലെങ്ത് ഓഫ് നമുക്ക് സ്റ്റെപ്പ് എഴുതി പഠിക്കാം. ലെങ്ത് ഓഫ് എ റോഡ് എത്രയാണ്? 16 മീറ്റർ ആണ്. എത്രയാണ്? 16 മീറ്റർ ആണ്. ദെൻ 16 മീറ്റർ ലോങ് റിബൺ കട്ട് ഇൻറ്റു പീസസ് ഓഫ് ലെങ്ത് ഓഫ് എ പീസ്. എത്രയാണ് മക്കളെ ലെങ്ത് ഓഫ് എ പീസ്? ഒരു പീസ് എത്രയാണ്? യെസ്, 2/3. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പീസസ് എത്ര പീസസ് ഉണ്ടാവും? നമ്പർ ഓഫ് പീസസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? 16 ഡിവൈഡ് ബൈ 2/3 അല്ലേ? അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്ത് മിസ് ഇവിടെ ചെയ്യാം. ഇവിടെ വർക്കിംഗ് കോളമായിട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യുവാണ്. ഇവിടെ 16/2/3. അപ്പോൾ നമ്മൾ 16 എടുക്കുന്നു. ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? സെക്കൻഡ് നമ്പറിനെ 2/3ന്റെ റെസിപ്രോക്കൽ കണ്ട് ഇൻറ്റു ചെയ്യുന്നു. 3/2
റെസിപ്രോക്കൽ കണ്ട് എന്ത് ചെയ്യുന്നു, ഇൻറ്റു ചെയ്യുന്നു. മക്കളെ നമുക്കിവിടെ എങ്ങനെ ചെയ്യാം? നമുക്കിതിനെ ഈ രണ്ട് നമ്പറുമാണ് ഡിവൈഡ് ചെയ്യാനുള്ളത്, ഇത് രണ്ടുമാണ് ഇൻറ്റു ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിതിനെ നമുക്ക് 2 കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? 1 2s are 2 അങ്ങനെ പോവുകയാണെങ്കിൽ 8 2s are 16. ഇനി ഇത് രണ്ടും കൂടി എന്ത് ചെയ്താൽ മതി? ഇൻറ്റു ചെയ്താൽ മതി. 8 × 3 24. അങ്ങനെയാണെങ്കിൽ മക്കളെ എത്ര പീസസ് ഉണ്ടാവും? 24 പീസസ് ഉണ്ടാവും. ഇത്രയും വലിയൊരു കമ്പി 2/3 ആയിട്ട് മുറിച്ചപ്പോൾ ഒരു കഷ്ണം എത്രയുണ്ടെന്നായിരുന്നു ചോദ്യം. then 1 piece that is 2/3. sorry, each part is 2/3. so the number of part that is 24. ഇനി 23 ആയിട്ടുള്ള എത്ര പാർട്ട് ഉണ്ടാവും? there are 24 2/3 ആയിട്ടുള്ള 24 പാർട്ട് ഉണ്ടാവും. ക്ലിയർ ആയോ? ഇത് മനസ്സിലാവാത്തുണ്ടോ? അതായത് 16 നമ്മൾ 2/3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര പീസസ് ഉണ്ടെന്ന് ചോദിച്ചാൽ 16 ഡിവൈഡ് ബൈ 2/3 എന്ന് പറഞ്ഞാൽ 16 ഡിവിഷനാണ് ഇവിടെ സിമ്പിൾ. സോ 16 ഇൻറ്റു സെക്കൻഡ് ഫ്രാക്ഷൻ എന്ത് ചെയ്തു? റെസിപ്രോക്കൽ കണ്ടു, തലതിരിച്ചിട്ടു. അങ്ങനെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? 24 കിട്ടുന്നു. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ? മക്കളെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ മെനി 3/4 ലിറ്റർ ഓഫ് ബോട്ടിൽ ആർ നീഡഡ് ടു ഫിൽ 5/4 ലിറ്റർ ഓഫ് വാട്ടർ? അതായത് ഹൗ മെനി 3/4 ലിറ്റർ ബോട്ടിൽ, 3/4ൻ്റെ എത്ര ബോട്ടിൽ വേണം? എന്തിനാണ്? നീഡഡ് ടു ഫിൽ 5 1/4 ലിറ്റർ ഓഫ് വാട്ടർ. അപ്പോൾ ടോട്ടൽ എത്ര വാട്ടർ ഉണ്ട്? 5 1/4 ലിറ്റർ ഓഫ് വാട്ടർ ഉണ്ട്. അങ്ങനെ 3/4 ബോട്ടിലേക്ക് അതിങ്ങനെ ആക്കുവാണെങ്കിൽ എത്ര ബോട്ടിൽ വേണമെന്നാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയോ? ഇവിടെ നോക്കിക്കേ, ടോട്ടൽ ലിറ്റർ ഓഫ് വാട്ടർ എത്രയാണുള്ളത്? 5 1/4 ലിറ്റർ ഓഫ് വാട്ടർ ആണ് എത്രയുള്ളത്? ടോട്ടലുള്ളത്. അതിനെ നമുക്ക് എങ്ങനെയാണ് ആക്കേണ്ടത്? ഹൗ മെനി 3/4 ലിറ്റർ ഓഫ് ബോട്ടിൽ ആർ നീഡഡ്. അതിന് നമ്മൾ 3/4ൻ്റെ ബോട്ടിലാണ് ആക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ എത്ര ബോട്ടിൽ ഉണ്ടാകുന്ന ചോദ്യം. അതായത് ഇങ്ങനത്തെ ബോട്ടിലാണ്, ഓരോ ബോട്ടിലും 3/4 ആണുള്ളത്. ഇങ്ങനെ ഓരോ 3/4 ഉള്ള ബോട്ടിലാണ്. അപ്പോൾ ഈ ഇത്രയും വെള്ളം ഇതിനകത്ത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ എത്ര ബോട്ടിൽ വേണം? അപ്പോൾ നമ്മൾ ഈ ഇത്രയും വെള്ളത്തെ നമ്മൾ ഈക്വലായി ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യണം? 3/4 ആയിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. നമ്മൾ ഫ്രാക്ഷൻ അല്ലാതെ നമ്മൾ എടുക്കുമ്പോൾ ചെയ്യുന്നില്ലേ? ഫ്രാക്ഷൻ അല്ലാതെ നമ്മളിപ്പോൾ 5 ആപ്പിൾ അല്ല 10 ആപ്പിൾ നമ്മൾ 5 പേർക്ക് ഈക്വലായി ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ അത് ജസ്റ്റ് ഫ്രാക്ഷനാണെന്ന് ഓർത്താൽ മതി. ഇപ്പോൾ നമ്മൾ ഇത്രയും വെള്ളമാണുള്ളത്, അത് നമ്മളിങ്ങനെ ഈ രീതിയിലുള്ള ബോട്ടിലേക്ക് ആക്കുമ്പോൾ എത്ര ബോട്ടിൽ വേണമെന്ന ചോദ്യം. അപ്പോൾ നോക്കിയാൽ മക്കൾ ഇത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആണല്ലേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിനെ ആദ്യം എന്തിലേക്ക് മാറ്റണം? പ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. മക്കളെ ഇവിടെ 5 1/4 നമുക്ക് എങ്ങനെ എഴുതാം? 5 4s are 20, 20 + 1 21/4. 21 1/4 ഇതിന് എങ്ങനെ ഡിവൈഡ് ചെയ്യണ്ടേ? 3/4ൻ്റെ കുപ്പികളിലാക്കി ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മളിനി എന്നാ മക്കളെ ചെയ്യേണ്ടത്? 21/4 എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്ത് വെച്ചാൽ എന്നാ ചെയ്യണ്ടേ? 4/3 ആയിട്ട് എന്ത് ചെയ്യുന്നു? റെസിപ്രോക്കൽ കണ്ടിട്ട് ചെയ്യുന്നു. ഇനി നമുക്ക് മക്കളെ നമുക്ക് എങ്ങനെ ചെയ്യാം? നമുക്ക് വെട്ടിപ്പോവാം അല്ലേ? വെട്ടി ചെറുതാക്കുമ്പോൾ 2 4 വെട്ടിപ്പോയി. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? 21 3. 3 എത്ര ടൈംസ് 21 ഉള്ളത്? 7 ടൈംസ്. മക്കളെ ഇവിടെ എന്താണ് ഉത്തരം വരുന്നത്? 7 ആണ്. ഇങ്ങനത്തെ എത്ര ബോട്ടിൽ വേണം? 7 ബോട്ടിലാണ് വേണ്ടത്. ക്ലിയർ ആയോ? ഒന്നും കൂടെ പറയാം. 5 1/4 ലിറ്റർ ഓഫ് വാട്ടർ ഉണ്ടായിരുന്നു. 3/4ൻ്റെ കുപ്പികളിലാക്കി ഡിവൈഡ് ചെയ്യുന്നു. എത്ര കുപ്പി ഉണ്ടാവും എന്നാണ് ചോദ്യം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ബോട്ടിൽസ് ഉണ്ടാവും? 7 ബോട്ടിൽസ്. ഓക്കെ മക്കളെ, സെയിം വേ അനദർ ക്വസ്റ്റ്യൻ. സേ 13.5 kilograms of sugar is to be packed into bag with 2 1/4 kilograms of sugar each. How many bags are needed? Here total 13.5 kilograms of sugar. How many kilograms of sugar is there? 13 kilogram. 13.5 kilogram. മൊത്തം 13.5 കിലോ എന്തുണ്ട്? പഞ്ചസാരയുണ്ട്. It packed into 2 1/4 kilogram each. ഇതിനെ 2 1/4 kilogram ആയിട്ട് എന്ത് ചെയ്യുന്നു? പാക്ക് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാക്ക് ചെയ്യാന്ന് ഓർത്തോ. ഓരോ പാക്കറ്റിലും എത്രയാണുള്ളത്? 2 1/4. അടുത്ത പാക്കറ്റിലും എന്താണുള്ളത്? 2 1/4. ടോട്ടൽ എത്രയാണ് മക്കളെ? 3 1/2നെയാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് പോവുകയാണേ. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി ബാഗ്സ് നീഡഡ്? ഇങ്ങനെ പാക്ക് ചെയ്യാൻ വേണ്ടി ഇത്രയും സാധനത്തിനെ പാക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ എത്ര പാക്കറ്റ് വേണം? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ഷുഗർ ടോട്ടൽ എത്രയുണ്ട്?
total kilograms of sugar. Thirteen 1/2. Then ഇനി ഈ 13 1/2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാ മക്കളെ എഴുതുന്നത്? 13 1/2 നമുക്ക് എങ്ങനെ എഴുതാം? 13 into 2 എങ്ങനെ എഴുതാം? 13 into 2 എന്ന് പറഞ്ഞാൽ എങ്ങനെ ആർക്കും അറിയത്തില്ല. 13 2 കൊണ്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. അപ്പോഴോ 26 കിട്ടും. 26 പ്ലസ് 1 എന്താണ്? 27/2. ഇത്രയും കിലോഗ്രാംസ് ഓഫ് ഷുഗർ ആണുള്ളത്. ഇതിന് മിക്സഡ് ഫ്രാക്ഷൻ ആയിരുന്നു. ഇത്രയും അതിനെ ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 27/2 എന്ന് കിട്ടി. ഇനി ഈച്ച് പാക്കറ്റിൽ എത്രയുള്ളേ? ബാഗ് വിത്ത് 2 1/4 kilograms ഓഫ് ഷുഗർ ഈച്ച്. ഓരോ പാക്കറ്റിലും കിലോഗ്രാംസ് ഓഫ് ഷുഗർ ഷോർട്ടായിട്ട് എഴുതാമേ. കിലോഗ്രാംസ് ഓഫ് ഷുഗർ ഈച്ച് ബാഗ് എത്രയാണ് മക്കളെ? 2 1/4 ആണ്. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? 4 into 2 8. 8 plus 1 9. 9/4. അപ്പോൾ നമുക്ക് ഇത്രയും ഷുഗറിനെ ഈ 27/2 എന്ന ഷുഗറിനെ ഡിവൈഡ് ചെയ്യണം. എങ്ങനെ ഡിവൈഡ് ചെയ്യണം? 9/4 പാക്കറ്റുകളിലായിട്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്ര ഉണ്ടാവുന്നു? മിസ് പറഞ്ഞു. ഇതെങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് താഴേക്ക് കാണാത്തതുകൊണ്ട് മിസ് ഇത് ഇവിടെ ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ 27/2 എന്നല്ലേ കൊടുത്തിരിക്കുന്നത്? 27/2 ആണ്. ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് നമ്പർ എന്താണ്? 9/4. അതിനെ 4/9 എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. എന്ത് ചെയ്യുന്നു? ഇൻറ്റു ചെയ്യുന്നു. ഞാൻ പറഞ്ഞു താഴത്തെ നമ്പറുകൾ തമ്മിൽ എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം. മക്കളെ 27/2 4/9 അങ്ങനെ കിട്ടിയല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് ഈ താഴത്തെ നമ്പറുകൾ ഈ മോളുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ഇൻറ്റു ചെയ്തിട്ട് ഇത് രണ്ട് ഇൻറ്റു ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 9 27 എത്ര പോകും? 1 9s are 9, 2 9s are 18, 3 9s are എന്താണ്? 27 ആണ്. ഇനി ഇവിടെ ഒരു 2 ഉണ്ട്, ഇവിടെ എന്തുണ്ട്? 2 ഉണ്ട്. വെട്ടിപ്പോയേ. ഇനി ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 3 into 2 ഉള്ളത്. 3 into 2 എത്രയാണ്? 6 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര പാക്കറ്റ് വേണം മക്കളെ? എത്ര ബാഗ് വേണം? യെസ്, 6 bags needed. ഈ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? അതായത് ഇവിടെ 27ഉം 9ഉം ആണ്. 27 ഈ മുകളിലെ നമ്പറും താഴത്തെ നമ്പറും അത് ഡിവൈഡ് ചെയ്യാമെന്ന് മിസ് പറഞ്ഞല്ലോ. അപ്പോൾ ഇതും ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. പിന്നെ ഇവിടെ 1 ഉള്ളൂ. പിന്നെ ഇതും ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇവിടെ 2 കിട്ടും. പിന്നെ ഈ സൈഡിലെ നമ്പർ ഇൻറ്റു ചെയ്യണം. 3 into 2 അതെന്താ ചെയ്യേണ്ടത്? 6 കിട്ടും. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ?